പാറു 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 എന്ത് പറ്റി? എന്ത് പറ്റി? നീ കുറച്ച് വെള്ളം കിട്ട. കുടിക്കേ. എന്താ പറ്റിയത്? തല നന്നായിട്ട് വേദനിക്കുന്നുണ്ട്. കാലും നില തുറക്കുന്നില്ല. നീ പേടിക്കണ്ട, ഞങ്ങൾ നിന്റെ കൂടെ തന്നെ ഉണ്ട്. ദേ മീര, നീ ഇവിടെ നോക്ക്. ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ പോയി മരുന്ന് വാങ്ങിച്ചിട്ട് വരാം. നിക്ക്. അങ്ങനെ ഏതെങ്കിലും മരുന്ന് വാങ്ങി കൊടുത്താ പോരാ. ഇവളിപ്പോ പ്രഗ്നന്റാ. നമുക്ക് അവളുടെ ഡോക്ടറിനെ വിളിച്ച് ഏത് മരുന്ന് വേണമെന്ന് ചോദിക്കാം. ശരിയാ. ഹലോ. ഹലോ ഡോക്ടർ, ഞാൻ പാറുവിന്റെ കൂട്ടുകാരിയാ, ഐഷ. ആ, മനസ്സിലായി. പറയൂ, പാർവതിക്ക് ഇപ്പൊ എങ്ങനുണ്ട്? പാറുവിന് വല്ലാത്ത തലവേദന, നടക്കാൻ പോലും പറ്റുന്നില്ല. തലയിറങ്ങി വീഴുകയും ചെയ്തു. പ്രഗ്നന്റ് ആയിരിക്കുമ്പോ ഇതൊക്കെ സാധാരണയാണ്. ഞാനൊരു മെഡിസിൻ പറഞ്ഞുതരാം, അത് കൊടുത്താൽ മതി. ആ ശരി ഡോക്ടർ. ഒരു മിനിറ്റേ. പറഞ്ഞോളൂ ഡോക്ടർ. ഈ മരുന്ന് കഴിച്ചിട്ടും അസുഖത്തിന് കുറവില്ലെങ്കിൽ എന്നെ വന്ന് കണ്ടാ മതി. താങ്ക് യു ഡോക്ടർ. ശരി. ഞാൻ പോയിട്ടെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഈ മരുന്ന് വാങ്ങിച്ചോണ്ട് വരാം. ആഹാ, പാറുന് മരുന്ന് വാങ്ങാൻ പോവാണോ? എനിക്ക് എന്തായാലും ബ്രഷും സോപ്പും പേസ്റ്റും ഒക്കെ വാങ്ങണം. ഞാൻ വാങ്ങിട്ടെന്നോളാം. നീ എന്തിനാ ആ പേപ്പർ അവൾക്ക് കൊടുത്തത്? ഞാൻ കൊടുത്തേണോ? അവൾ തട്ടിപ്പറിച്ചതല്ലേ. വെറുതെ തർക്കിച്ച് സമയം കളയാതെ അവളുടെ പുറകെ ചെല്ല്. അവൾ ഈ മരുന്ന് പ്രഗ്നന്റ് ആയവർക്ക് വേണ്ടിയാണെന്ന് അറിഞ്ഞാ ആകെ പ്രശ്നമാവും. വേഗം ചെല്ല്. ഇതുകൊണ്ടാ ഞാൻ അവളെ റൂമിൽ കയറ്റണ്ടെന്ന് പറഞ്ഞത്. ഇപ്പൊ നിനക്ക് സമാധാനമായോ? ഇവിടുന്ന് എനിക്ക് വേണ്ടതും പാറുവിന്റെ മരുന്നും വാങ്ങാം. ചേട്ടാ, ഒരു ബ്രഷും പേസ്റ്റും സോപ്പും വേണം. ഏത് കമ്പനിയുടെ മോളെ? വില കുറവുള്ള ഏതെങ്കിലും മതി ചേട്ടാ. ഒരു മിനിറ്റ്. ഇത് മതി ചേട്ടാ. ഇതുവരെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. കൂടുതൽ ചോദ്യമൊന്നും ചോദിക്കാതെ ആ ടാബ്ലറ്റ് കടക്കാരൻ കൊടുത്താൽ മതിയായിരുന്നു. ഇത് മാത്രം മതിയോ? വേറെ എന്തെങ്കിലും വേണോ? ഈ മരുന്നും കൂടെ വേണം ചേട്ടാ. ചേട്ടൻ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നത്? ഈ മരുന്ന് ആർക്ക് വേണ്ടിയാ മോളെ? ഞാനല്ലേ ചോദിച്ചത്, അപ്പൊ എനിക്ക് തന്നാ മതി. അതല്ല മോളെ, ഇത് ആർക്ക് കഴിക്കാൻ വേണ്ടിയാണെന്നാ ചോദിച്ചത്. ഓ, അതെന്റെ ഒരു കൂട്ടുകാരിക്ക് വേണ്ടിയാ. ആ കുട്ടിക്ക് എന്താ കുഴപ്പം? അവൾക്ക് നല്ല തലവേദനയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് തലകറക്കും ഛർദിയും ഉണ്ട്. നല്ല ക്ഷീണവും ഉണ്ട്. പ്രഗ്നന്റ് ആവുമ്പോ അതൊക്കെ നോർമലാണ്. ഇത് അതിന്റെ ലക്ഷണങ്ങൾ കുറയ്ക്കുന്ന മരുന്നാണ്. രോഗി പ്രഗ്നന്റ് ആണെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ചോദിച്ചതേ ഉള്ളൂ. ഇത് കഴിച്ചാൽ മാറിക്കോളും. ആരുടെ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞത്? മോളുടെ കൂട്ടുകാരിയുടെ കാര്യമാണ് പറഞ്ഞത്. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, തന്നെയും തന്റെ കടയും ഞാൻ കത്തിച്ചു കളയും.
ഒരു പെൺകുട്ടി വന്ന് മരുന്ന് വെച്ചാ ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? തനിക്ക് മരുന്നെടുത്ത് തരാൻ അറിയില്ലെങ്കിൽ അത് പറ, അല്ലാതെ വൃത്തികേട് പറയരുത്. മോള് ബഹളം വെക്കാതെ അയാളെ വിട്. തന്നെയൊക്കെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാ വേണ്ടത്. മോള് തന്ന പേപ്പറിൽ എഴുതിയിരിക്കുന്ന മരുന്ന് ഗർഭിണികൾക്ക് കഴിക്കാനുള്ളതാണ്. മരുന്ന് മാറിക്കഴിച്ച് ആർക്കും പ്രശ്നം ഉണ്ടാവരുതല്ലോ. അത് ഉറപ്പുവരുത്താനാ ഞാൻ മരുന്ന് ആർക്കു വേണ്ടിയാണെന്ന് ചോദിച്ചത്. അത് നല്ല ചോദ്യമായി പോയി. ഇങ്ങനെയൊക്കെ സംസാരിച്ചേ തന്റെ നാക്ക് പിഴുതെടുത്ത് തന്നെ ഞാൻ ജയിലിൽ കയറ്റും. അല്ലാ, ഇവള് വലിയ പ്രശ്നം ഉണ്ടാക്കി നാട്ടുകാർ മുഴുവൻ അറിയിക്കുമല്ലോ. മോളെ, ആ വാങ്ങിയ സാധനത്തിന്റെ കാശ് തന്നിട്ട് പോ. തന്റെ സാധനങ്ങൾ വേണ്ട, മരുന്ന് വേണ്ട. പേപ്പർ വേണ്ടേ? അത് താൻ കൊണ്ടുപോയി പുഴുങ്ങി തിന്നോ. ചേട്ടാ, ദേ ആ പോയതിന്റെ കൂട്ടുകാരിയാ. കടയിൽ വന്ന് ബഹളം വെച്ചത് മോള് കണ്ടില്ലേ? പോലീസിനെ വിളിക്കും, എന്നെ ജയിലിലാക്കും എന്നൊക്കെയാ പറഞ്ഞിട്ട് പോയത്. പെൺകുട്ടി ആയതുകൊണ്ടാ ഞാനൊന്നും ചെയ്യാതെ വിട്ടത്. സോറി ഏട്ടാ, ആ മരുന്നും തരണം. ശരി. ഈ മരുന്ന് ആർക്ക് കൊടുക്കാനാ? എന്റെ ഇത്തയ്ക്ക് വേണ്ടിട്ടാ. ഒറ്റ മിനിറ്റ്. ആ ദാ 250 രൂപ. താങ്ക്സ് ഏട്ടാ. ശരി. ഇന്നത്തെ കാലത്തെ പെൺകുട്ടികളുടെ ഒരു കാര്യമല്ലേ? ആ പെങ്കൊച്ച് ഏട്ടത്തമ്മയ്ക്ക് വേണ്ടിയൊന്നും അല്ല മരുന്ന് വാങ്ങി. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഞാൻ ഇവിടെ അടുത്ത് കട നടത്തുന്നതാ. അവൾ ആ നന്ദന ഹോസ്റ്റലിലാ താമസം. അവളെ കുടുംബക്കാരൊന്നും ഇവിടെ ഇല്ല. ഉം. അത് അവൾക്ക് വേണ്ടി തന്നെയായിരിക്കും. ഇത് വല്ലാത്ത നശിച്ചൊരു കാലഘട്ടം തന്നെയാ. പെൺപിള്ളേരെ മര്യാദയ്ക്ക് വളർത്തിയില്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. അതെ ഏട്ടാ. ചേട്ടാ മരുന്നെടുക്ക്. എനിക്ക് പോയിട്ട് അല്പം ധൃതിയുണ്ട്. ഇപ്പൊ തരാം. ഓ. മരുന്ന് വാങ്ങാൻ പോയ ഐഷയെ സൗന്ദര്യം കാണുന്നില്ലല്ലോ. അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കാണൂ. എനിക്കാണെങ്കിൽ ഒരു മനസ്സമാധാനവും ഇല്ല. നീ ഒന്ന് ഐഷയെ വിളിച്ചേ. ശരി.